ഹലോ ആൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ആദ്യത്തെ വീഡിയോയിലൂടെ കണ്ടു, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു, സന്തോഷം. അന്ന് പറഞ്ഞതുപോലെ, ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ചാണ്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ പലതും കമ്പനി സെക്രട്ടറി കോഴ്സ്, അതായത് CS എന്ന് പറയുന്ന കോഴ്സ് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSI എന്ന് പറയുന്ന സ്ഥാപനമാണ് നടത്തുന്നത്. അന്ന് പറഞ്ഞതുപോലെ തന്നെ അഗെയിൻ ICSI എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നതെല്ലാം എന്താ പറയുക, CS കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്, കോച്ചിങ് സെൻറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പൊതുവേ നമ്മൾ കാണുന്നതൊക്കെ ഈ ICSI എന്ന് പറയുന്ന സ്ഥാപനത്തിന് മാത്രമേ ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറി കോഴ്സ് നടത്താനുള്ള സ്റ്റാറ്റ്യൂട്ടറി അധികാരം ഉള്ളൂ. അതുകൊണ്ട് തന്നെ CS കോഴ്സിനെ കുറിച്ചുള്ള എന്താ പറയുക ഇൻഫോർമേഷനും CS കോഴ്സിനെ കുറിച്ചുള്ള മറ്റുള്ള ഡീറ്റെയിൽസും എസ്പെഷ്യലി പാരൻസ് എന്ത് ചെയ്യണം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റായ ICSI.edu എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വേണം നോക്കാനായിട്ട്. കാരണം അതാണ് എൻ്റെ ഒതൻറ്റിക്കേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ്. അതുപോലെ തന്നെ ഈ കോഴ്സ് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കുമ്പോഴും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇന്ത്യയിൽ തന്നെ അറൗണ്ട് 72 ബ്രാഞ്ചുകളുണ്ട്. കേരളത്തിലും ബ്രാഞ്ചുകളുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ അതത് ഓഫീസിൽ ബന്ധപ്പെടുകയുമാണ് ചെയ്യുക. മറ്റുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന് ക്ലാസ് എടുത്ത് തരാനുള്ള സപ്പോർട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള കോഴ്സിനെ കുറിച്ചുള്ള ഒതൻറ്റിക്കേറ്റഡ് കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വേണം. അതിൻ്റെ ഡൽഹിയിലെ മെയിൻ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസസിൽ നിന്നോ അല്ലെങ്കിൽ ബ്രാഞ്ചസിൽ നിന്നോ വേണം നമ്മൾ നേടാനായിട്ട്. ഇനി എന്താണ് ഈ കോഴ്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, കോർപ്പറേറ്റ് ലോയിൽ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ ഈ തരം ബിസിനസ് സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ സെലക്ട് ചെയ്യേണ്ട കോഴ്സാണ് കമ്പനി സെക്രട്ടറി. സിലബസിൽ തന്നെ അറൗണ്ട് 80% സിലബസും പേപ്പേഴ്സും ലോ അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ ലോ ബേസ്ഡ് ആയിട്ടുള്ള സിലബസാണ്, പേപ്പേഴ്സാണുള്ളത്. 3 സ്റ്റേജായിട്ടാണ് കമ്പനി സെക്രട്ടറി കോഴ്സ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ എലിജിബിലിറ്റി സ്റ്റേജ്, അതിനെ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയും, CS ഫൗണ്ടേഷൻ. 2 CS എക്സിക്യൂട്ടീവ് എന്ന് പറയും, അതായത് ഇടയിലുള്ള സെക്കൻഡ് സ്റ്റേജിനെയാണ് CS എക്സിക്യൂട്ടീവ് സ്റ്റേജ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എന്ന് പറയും. അതും കഴിഞ്ഞിട്ടാണ് ഫൈനൽ സ്റ്റേജ് വരുന്നത്. ആ ഫൈനൽ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നത് പ്രൊഫഷണൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 3 സ്റ്റേജാണ്: ഫൗണ്ടേഷൻ, എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ. ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് ഫൗണ്ടേഷൻ എഴുതേണ്ട ആവശ്യമില്ല, നേരെ തന്നെ അവർക്ക് ഇവിടെ പോകാം, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഈ 3 സ്റ്റേജസിനെ കുറിച്ചുമാണ് ഈ ഡീറ്റെയിൽസ് പറയാൻ പോകുന്നത്. ഫൗണ്ടേഷൻ നമ്മൾ ഡിഗ്രി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, 12ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ടീവ് പോകാൻ പറ്റത്തില്ല. ഈ എലിജിബിലിറ്റി തരണം ചെയ്യണം. അതിനാണ് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ പ്രോഗ്രാം 4 പേപ്പറാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക 3 പേപ്പേഴ്സും, ബിസിനസ് എക്കണോമിക്സ് ഉണ്ട്, അതേപോലെ തന്നെ ബിസിനസ് മാനേജ്മെൻറ്റ് ഉണ്ട്, ബിസിനസ് ലോ ഉണ്ട്, ബിസിനസ് എൻവിറോൺമെൻറ്റ് ഉണ്ട്. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള 3 ബിസിനസ് ഓറിയൻറ്റഡ് പേപ്പേഴ്സും ഒരു അക്കൗണ്ടൻസി പരമായ പേപ്പറുമാണ് ഫൗണ്ടേഷൻ സ്റ്റേജിലുള്ളത്. മൊത്തം 4 പേപ്പേഴ്സാണ്. ഫൗണ്ടേഷൻ സ്റ്റേജിൻ്റെ എക്സാമിൻ്റെ പ്രത്യേകത, ഇത് MCQ പാറ്റേൺ ആണ്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് എൻവയോൺമെൻറ്റിലാണ്. നമ്മളറിയാലോ അല്ലേ, ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്തതാണ്. അതല്ല, എഴുത്ത് പരീക്ഷ ഫൗണ്ടേഷൻ സ്റ്റേജിലില്ല. ഈ MCQ മോഡലാണ് ഈ 4 പേപ്പറിലും നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. ഇത് പാസ്സായി കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്, അടുത്ത സ്റ്റേജിലോട്ട്, എക്സിക്യൂട്ടീവ് സ്റ്റേജിലോട്ട് പോകേണ്ടത്. അവിടെ നമ്മൾ MCQ മെത്തേഡല്ല, നമുക്ക് എഴുത്ത് പരീക്ഷയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ മനസ്സിലായാലോ, എലിജിബിലിറ്റി റൗണ്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി പാസ് പെർസെൻറ്റേജ് ബെറ്ററാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയെന്നുണ്ടെങ്കിൽ എക്സാം കമ്പ്യൂട്ടറൈസ്ഡ് എൻവയോൺമെൻറ്റിലാണ് എഴുതേണ്ടത്, നിങ്ങൾക്ക് പറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റേജ്, ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടെ പോകാം, എക്സിക്യൂട്ടീവ് സ്റ്റേജിലോട്ട് പോകാം. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി കൺഫേം. കാരണം ഇവിടെ MCQ പാറ്റേൺ അല്ല, ഇവിടെ നേരെ മറിച്ച് എഴുത്ത് പരീക്ഷയാണ്. അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല 3 മണിക്കൂർ, ഓരോന്നും 3 മണിക്കൂർ എഴുതി പാസ്സാവേണ്ട ആണ്. ഈ പറഞ്ഞ ഫൗണ്ടേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ പലരും ചോദിക്കും എത്ര പേപ്പർ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറയും, ഇപ്പോഴത്തെ സിലബസ് പ്രകാരം 4 പേപ്പേഴ്സ് ഉള്ള 2 മോഡ്യൂളാണ് നമുക്കുള്ളത്. നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നതിന് ഇവിടെ നമ്മൾ മോഡ്യൂൾ എന്നാണ് വിളിക്കുന്നത്. CS കോഴ്സിൽ മോഡ്യൂൾ 1 നിങ്ങൾക്ക് 4 പേപ്പറുണ്ട്, മോഡ്യൂൾ 2 നിങ്ങൾക്ക് 4 പേപ്പേഴ്സ് ഉണ്ട്. മോഡ്യൂൾ 1 പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കിട്ടുമെങ്കിൽ ഞാൻ നോട്ടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ മോഡ്യൂൾ 1 കമ്പനി ലോ ആണ്. 2 ജൂറിസ്പ്രുഡൻസ് എന്ന് IPC, CPC, CRPC ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള ഒരു ജൂറിസ്പ്രുഡൻസ് ഒരു പേപ്പറുണ്ട്. സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് ആൻഡ് ക്ലോസൂർ എന്ന് പറയുന്ന വിവിധ തരം ബിസിനസ്സുകൾ നടത്തിക്കുന്നതിനെ കുറിച്ചൊരു പേപ്പറുണ്ട്. അത് പുറമേ ആയിട്ട് നമുക്ക് ഒബ്വിയസ്ലി നമുക്കൊരു ടാക്സിനും ഒരു പേപ്പറുണ്ട്. ഇങ്ങനെ 4 പേപ്പറാണ് ഒരു മോഡ്യൂളും. രണ്ടാമത്തെ മോഡ്യൂളും ഇതുപോലെ സെക്യൂരിറ്റീസ് ലോസ്, കോസ്റ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, എക്കണോമിക് ലോസ്,
ഇതുപോലെ ലാസ്റ്റിൽ ഫിനാൻഷ്യൽ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നൊരു 4 പേപ്പറുണ്ട്. അപ്പോൾ നിങ്ങൾ സിലബസ് കണ്ടാൽ അറിയാൻ പറ്റും 2 or 3 പേപ്പർ മാത്രമേ ഉള്ളൂ പ്രോബ്ലം, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അക്കൗണ്ടൻസി, കോസ്റ്റിംഗ്, അതുപോലെ തന്നെ ടാക്സ്. ബാക്കിയിരിക്കുന്ന മേജർ ജങ്കും ലോ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. എസ്പെഷ്യലി ജൂറിസ്പ്രുഡൻസ് പോലത്തെ, കോൺസ്റ്റിറ്റ്യൂഷൻ പോലത്തെ, പാരന്റ് ലോസ് മുതൽ കമ്പനി ലോയുടെ എല്ലാ വശങ്ങളും. കമ്പനി ലോയുടെ ഒരുപക്ഷെ ഇത്രയും കമ്പനി ലോ വാസ്റ്റായിട്ട് പഠിക്കാനുള്ളൊരു കോഴ്സ് ഇന്ത്യയിൽ വേറെ ഇല്ല. അതുകൊണ്ട് പിന്നെ പലതരം ബിസിനസ്സിൻ്റെ പേരിനെ കുറിച്ച്. അപ്പോൾ ഇതാണ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം. 2 മോഡ്യൂളാണ്. ആദ്യത്തെ മോഡ്യൂളിൽ 4 പേപ്പർ, അടുത്ത മോഡ്യൂളിൽ 4 പേപ്പർ. ഇതാണ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൻ്റെ സിസ്റ്റം. ഇത് തരണം ചെയ്ത് കഴിയുമ്പോൾ, ഇത് പാസ്സായി കഴിയുമ്പോഴാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിലെത്തുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CS പ്രൊഫഷണൽ പ്രോഗ്രാം എന്നാണ് അത് പറയുന്നത്. പ്രൊഫഷണൽ പ്രോഗ്രാമിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമാവും. 3 പേപ്പർ വരുന്ന, അങ്ങനെ 3 മോഡ്യൂളുള്ള 9 പേപ്പറാണുള്ളത്. അപ്പോൾ 3 മോഡ്യൂളാണ്. ഒരു മോഡ്യൂളിൽ 3 പേപ്പർ, അടുത്ത മോഡ്യൂളിൽ 3 പേപ്പർ, ഇനി അടുത്ത മോഡ്യൂൾ 3 പേപ്പർ, അങ്ങനെ മൊത്തം 9 പേപ്പർ അടങ്ങുന്ന ഒരു ഫൈനൽ സ്റ്റേജിനെയാണ് നമ്മൾ പ്രൊഫഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ പേപ്പറിനെ കുറിച്ച് ഞാൻ പറയുന്നതിൽ ഒരുപാട് സമയം നമുക്ക് എടുക്കും. എങ്കിലും അതിൽ എടുത്തു പറയേണ്ട കാര്യം 3ാമത്തെ മോഡ്യൂളിനെ കുറിച്ചാണ്. 3ാമത്തെ മോഡ്യൂളിൽ, എല്ലാ മോഡ്യൂളിലും എഴുത്ത് പരീക്ഷയാണെങ്കിലും 3ാമത്തെ മോഡ്യൂളിലെ ലാസ്റ്റ് 2 പേപ്പേഴ്സ് ശ്രദ്ധിക്കുക. 3ാമത്തെ മോഡ്യൂളിലുള്ള ലാസ്റ്റ് 2 പേപ്പേഴ്സ് വിത്ത് ബുക്ക് എക്സാമിനേഷനാണ്. വിത്ത് ബുക്ക് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ എക്സാമിൻ്റെ ഹാളിൽ നിങ്ങൾക്ക് റെഫറൻസ് ബുക്കും നോട്ട്സും കൊണ്ടുപോയി നോക്കി എഴുതാവുന്ന ഒരു രീതിയിലാണ്, ഒരു യുണീക്ക് മെത്തേഡിലാണ് ഈ 3ാമത്തെ മോഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3ാമത്തെ മോഡ്യൂൾ 3 പേപ്പറുകളിൽ 1 സാധാ പരീക്ഷയും ബാക്കി 2 ലാസ്റ്റ് 2 പേപ്പേഴ്സ് എന്താണ്, വിത്ത് ബുക്ക് സിസ്റ്റമാണ്. അതിൽ ഏറ്റവും ലാസ്റ്റ് പേപ്പറിന് കുറച്ചുകൂടി സവിശേഷത ഉണ്ട്. കാരണം ലാസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് വിത്ത് ബുക്ക് ആണെങ്കിലും ഒരു എലക്റ്റീവ് ഓപ്ഷനാണ്. 8 എലക്റ്റീവ് സബ്ജക്ട്സ് ഉണ്ട്. ഇൻസോൾവൻസി ഉണ്ട്, ഫോറൻസിക് ഓഡിറ്റ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. ഇതുപോലത്തെ എലക്റ്റീവ് നിന്നും നിങ്ങളൊരു പേപ്പർ എന്ത് ചെയ്യണം, നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ, ഫൗണ്ടേഷനിൽ 4 പേപ്പർ, എക്സിക്യൂട്ടീവിൽ 4 + 4 8 പേപ്പർ, ഫൈനലിൽ അതായത് പ്രൊഫഷണൽ കോഴ്സിൽ 3 അങ്ങനെ 9 പേപ്പർ. ഇത്രയും കഴിയുമ്പോഴാണ് നിങ്ങൾ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞ് CS-ൻ്റെ എക്സാം പാറ്റേൺസ് എല്ലാം നിങ്ങൾ കഴിയും. എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഇടയിൽ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ട്രെയിനിങ് ചെയ്യണം. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയാം. ഇപ്പോൾ തൽക്കാലം ഞാൻ സിലബസിനാണ് ഓവർവ്യൂ ആണ് ഈ വീഡിയോയിൽ. ഇനി എങ്ങനെയാണ് പാസ്സാവുന്നത്, എത്ര മാർക്ക് എടുക്കണം പാസ്സാവാൻ എന്നുള്ളത് പറയാം. അതായത് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമും പ്രൊഫഷണൽ പ്രോഗ്രാമിൻ്റെ പാറ്റേൺ എന്ന് വെച്ചാൽ ഓരോ പേപ്പറിനും നിങ്ങൾ മിനിമം 40 മാർക്ക് എടുക്കണം. ഓരോ പേപ്പറിനും മിനിമം എത്ര എടുക്കണം, 40 മാർക്ക് എടുക്കണം. പുറമേ ആ മോഡ്യൂൾ കൂട്ടി നോക്കുമ്പോൾ ടോട്ടൽ 50% മാർക്ക് വരണം. ഒരു ഉദാഹരണം പറയാം. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ ആദ്യത്തെ മോഡ്യൂളിൽ 4 പേപ്പറുണ്ട്. ഓരോ പേപ്പറിനും നിങ്ങൾ മിനിമം 40 സ്കോർ ചെയ്തിരിക്കും വേണം. 4 പേപ്പറും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വേണം, മിനിമം 200 മാർക്കും വേണം. അതിനർത്ഥം എന്താണ്, 50% ആണ്, 200 മാർക്കും വേണം. മനസ്സിലായി? അപ്പോൾ 400-ന് മിനിമം 50% എത്രയാണ്, 200 അല്ലേ? അപ്പോൾ ഓരോ പേപ്പറിനും 40-ന് മുകളിലും 4 പേപ്പറിൻ്റെ കൂടെ കൂട്ടി നോക്കുമ്പോൾ ടോട്ടലിൻ്റെ 50% മാർക്കും വേണം. എക്സിക്യൂട്ടീവിനാണ് പറഞ്ഞത് 200 നിങ്ങൾ ടച്ച് ചെയ്താൽ നിങ്ങൾ പാസ്സായി. കാരണം 450% എന്ന് പറയുന്നത് 200ആണ്. ഇങ്ങനെയാണ് എല്ലാ മോഡ്യൂളും പാസ്സാകാൻ പറ്റുന്നത്. പാരൻസിന് വേണ്ടിയും സ്റ്റുഡൻസിന് വേണ്ടിയും പറയാം, CS കോഴ്സിൽ ഓരോരോ പേപ്പർ വെച്ച് എഴുതി പാസ്സാവുന്ന സിസ്റ്റം ഇല്ല. ഒരു മോഡ്യൂളിൽ ഒരു പേപ്പർ തോറ്റാൽ ആ മോഡ്യൂൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി എല്ലാ പേപ്പറും പരീക്ഷയ്ക്ക് എഴുതണം. ഇതുകൊണ്ട് തന്നെയാണ് CS ഇന്ത്യയിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് കോഴ്സ് എന്ന് അറിയാൻ കാര്യം. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഓരോരോ പേപ്പർ എഴുതി പാസ്സാവാൻ പറ്റത്തില്ല. ഒരു ഗ്രൂപ്പ് എഴുതി ലാസ്റ്റ് പേപ്പർ 40 മാർക്കിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ തോറ്റുപോകും. വീണ്ടും ആ മോഡ്യൂൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നുകൂടി എഴുതേണ്ടി വരും. അപ്പോൾ ഇതാണ് CS കോഴ്സിൻ്റെ ഒരു സിലബസ് ഓവർവ്യൂ. ചില കുട്ടികൾ ചോദിക്കും എത്ര വർഷം കൊണ്ട് ഇത് പഠിക്കാൻ പറ്റും. ഇന്നലെ ഒരു കുട്ടി ചോദിച്ചു. ഞാൻ പറയും, ഒന്ന് നിങ്ങളുടെ കാലിബറാണ്. എങ്കിലും ശരാശരി പറഞ്ഞുണ്ടെങ്കിൽ ടോട്ടൽ കോഴ്സ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പോൾ ഒരു നല്ലൊരു പഠിക്കുന്ന, ഒരുവിധം 50% മുകളിൽ ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു സജഷൻ 3 വർഷം കൊണ്ട് ഈ കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് പാസ്സാകാൻ പറ്റണം. അത് നീണ്ടുപോകുന്നതിൽ തെറ്റില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ 5 വർഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വാലിഡിറ്റി തരുന്നുണ്ട്. അതുകൊണ്ട് 5 വർഷം വരെ കൊണ്ടുപോകാം. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുമോ, ഡിനോവോ എന്ന് പറയും, വീണ്ടും നമുക്ക് ഡിനോവോ ചെയ്ത് നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ഇയറില്ല ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഒരു നല്ലൊരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചുള്ള ആവറേജ് ആയിട്ട് 3 വർഷം കൊണ്ട് ഇതിൻ്റെ പഠനപരമായ കാര്യങ്ങൾ, എക്സാംസ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ചും ഞാൻ സംസാരിക്കാം. ഇനി എൻ്റെയും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പ്രൊഫഷണൽ സ്കോപ്പിനെ കുറിച്ചും റോളിനെ കുറിച്ചൊക്കെ ഞാൻ പറയും. എന്തായാലും ഈ ഒരു സിലബസ് ഞാൻ പറഞ്ഞില്ല, അത്ര എളുപ്പമുള്ള കോഴ്സല്ല. എങ്കിൽ പോലും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പേപ്പേഴ്സും ഇത്രയും സബ്ജക്ട്സും ലോയിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള, എസ്പെഷ്യലി കമ്പനി ലോയിലൊക്കെ ഡീപ്പായിട്ടുള്ള വേറൊരു കോഴ്സ് ഇന്ത്യയിലില്ല. അത് അന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കോർപ്പറേറ്റ് ഗവേണൻസിലും കമ്പനിയുടെ മാനേജ്മെൻറ്റ് കാര്യങ്ങളിലും താല്പര്യമുള്ള കുട്ടികൾ എസെൻഷ്യലായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പ്രൊഫഷനാണ് CS കോഴ്സ്.
അല്പം ഹാർഡ് വർക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു ടീച്ചറും നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റുള്ള ഓൺലൈൻ മെറ്റീരിയൽസും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജേണൽ വായിക്കുകയും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പാസ്സാവാൻ പറ്റും. കൺക്ലൂഡ് ചെയ്യുന്ന മുമ്പ് ഈ വീഡിയോ ഞാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. ഇന്ത്യയിൽ വളരെ കുറച്ച് കമ്പനി സെക്രട്ടറീസേ ഉള്ളൂ എന്ന് മറക്കരുത്. അറൗണ്ട് ആവറേജായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ 50,000 കമ്പനി സെക്രട്ടറീസേ ഇന്ത്യയിലുള്ളൂ. 52, 53 അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ ആവറേജായിട്ട് 50,000 50,000 കമ്പനി സെക്രട്ടറീസേ ഉള്ളൂ. ഇത് വലിയൊരു സ്കോപ്പാണ്. ഇത്രയും കമ്പനികളും 15 ലക്ഷത്തിന് മുകളിൽ കമ്പനികളും ഇത്രയും LLPസും ഉള്ള ഇതിൽ ഒരു 50,000 കമ്പനി സെക്രട്ടറി ഉള്ളൂ എന്ന് പറയുന്നത് അത്രത്തോളം അതിൻ്റെ ഡിമാൻഡിനെയാണ് കാണിക്കുന്നത്. എന്താ പറയുക, സപ്ലൈയും ഡിമാൻഡും തമ്മിൽ ഭയങ്കര ഗ്യാപ്പാണ് CS പ്രൊഫഷൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള കുട്ടികൾ ഈ കോഴ്സ് പഠിക്കണം. നല്ലൊരു കോർപ്പറേറ്റ് ലെവലിൽ ഒരു ഉന്നത പദവിയിൽ എത്താൻ നിങ്ങൾക്ക് പറ്റും. അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. സംസാരിക്കുന്നത് വിലു ബാലകൃഷ്ണൻ, കമ്പനി